നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ആനത്താവളത്തിലെ പിൻതലമുറക്കാരും ആരാധകരും പ്രണാമം അർപ്പിച്ചു. ഗജപൂജയ്ക്ക് ശേഷം രാവിലെ 7 മണിയോടെ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്നാണ് ഗജഘോഷയാത്ര ആരംഭിച്ചത്. കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പന്റെയും ഇന്ദ്രസൻ കേശവന്റെയും രവികൃഷ്ണൻ മഹാലക്ഷ്മിയുടെയും ഛായാചിത്രങ്ങൾ വഹിച്ച് മുൻനിരയിൽ അണിനിരന്നു. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ 5 ആനകൾ പങ്കെടുത്ത ഘോഷയാത്ര റെയിൽവേ മേൽപ്പാലം വഴി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി വണങ്ങി. ഗുരുവായൂർ ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം ചെയ്ത് തെക്കേ നടയിലെ കേശവ പ്രതിമയ്ക്ക് മുന്നിലെത്തി. ഇന്ദ്രസൻ കേശവ പ്രതിമയ്ക്കരികിലെത്തി തുമ്പിക്കൈ ഉയർത്തി വണങ്ങി. മറ്റാനകളും പ്രണാമം അർപ്പിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ കേശവ പ്രതിമയിൽ പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഭക്തരും പുഷ്പാർച്ചന നടത്തി. ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണൻ, ടെമ്പിൾ പോലീസ് SHO G അജയ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. 1976 ഡിസംബർ 2 ഏകാദശിയുടെ തലേന്നാണ് ഗുരുവായൂർ കേശവൻ ഇഹലോകവാസം വെടിഞ്ഞത്. ഇതിന്റെ സ്മരണയ്ക്കായാണ് വർഷം തോറും ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ചടങ്ങ് നടത്തുന്നത്. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവ വേദിക്ക് ശ്രുതി മധുര തേന്മഴയായി പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറി. 68 കലാകാരന്മാർ ഏകതാളത്തിൽ ഭക്തിയിലലിഞ്ഞ് പാടിയതോടെ ആസ്വാദകരും ആലാപനത്തിൽ അലിഞ്ഞു ചേർന്നു. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ദശമി ദിനമായ ഞായറാഴ്ച രാവിലെ 9ഓടെയാണ് ചെമ്പൈ സംഗീതോത്സവ വേദിയായ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങിയത്. ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്നം എന്നറിയപ്പെടുന്ന 5 കീർത്തനങ്ങൾ സംഗീതോത്സവ മണ്ഡപത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന സംഗീത കുലപതികൾ ഒന്നിച്ചാലപിച്ചപ്പോൾ അതൊരു സംഗീതസാഗരമായി മാറി. നാട്ടരാഗത്തിലുള്ള ജഗദാനന്ദകാരക, ഗൗളരാഗത്തിൽ ദുഡുഗുഗല, ആരഭിരാഗത്തിൽ സാദീജ്ഞനെ, വരാളിരാഗത്തിൽ കനകരുചിര, ശ്രീരാഗത്തിൽ എന്ദരോ മഹാനുഭാവലോ എന്നീ കീർത്തനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആലപിച്ചപ്പോൾ സദസ്സും ഏറ്റുപാടി. ഒരു മണിക്കൂർ ക്ഷേത്രനഗരി പഞ്ചരത്ന പേമാരിയിൽ ലയിച്ചു ചേർന്നു. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ശിഷ്യരായ TV ഗോപാലകൃഷ്ണൻ, മണ്ണൂർ MP രാജകുമാരനുണ്ണി, പ്രശസ്ത സംഗീതജ്ഞരായ ഡോക്ടർ ഗുരുവായൂർ മണികണ്ഠൻ, മാതങ്കി സത്യമൂർത്തി എന്നിങ്ങനെ 34 പേർ വായ്പാട്ടിൽ മുൻനിരയിൽ അണിനിരന്നു.
വൈക്കം PS വേണുഗോപാൽ, N ഹരി, കുഴൽമന്നം G രാമകൃഷ്ണൻ എന്നിങ്ങനെ 12 പേർ മൃദംഗത്തിലും, പ്രൊഫസർ S ഈശ്വരവർമ്മ, ചെമ്പൈ വെങ്കിട്ടരാമൻ എന്നിങ്ങനെ 11 പേർ വയലിനിലും, തിരുവനന്തപുരം R രാജേഷിന്റെ നേതൃത്വത്തിൽ 4 പേർ ഘടത്തിലും, ജ്യോതിദാസ് ഗുരുവായൂർ, ഇരിങ്ങാലക്കുട നന്ദകുമാർ എന്നിവർ ഇടക്കയിലും, ഡോക്ടർ P പത്മേഷ് പുല്ലാങ്കുഴലിലുമായി പക്കമേളം ഒരുക്കി. ഏകാദശി ദിവസമായ തിങ്കളാഴ്ച അർദ്ധരാത്രി ചെമ്പയുടെ ഇഷ്ടകീർത്തനങ്ങൾ 100ഓളം കലാകാരന്മാർ ഒന്നിച്ചിരുന്നു പാടുന്നതോടെ 15 ദിവസം നീണ്ടുനിന്ന ചെമ്പൈ സംഗീതോത്സവത്തിന് തിരശീല വീഴും. മുനക്കക്കടവിൽ മത്സ്യബന്ധന ബോട്ടിന്റെ കാരിയർ വഞ്ചിയുടെ എഞ്ചിനും ഇന്ധനവും മോഷണം പോയി. താനൂർ സ്വദേശി ചക്കരപ്പന്റെ പുരയ്ക്കൽ മുനീറിന്റെ ഉടമസ്ഥതയിലുള്ള ഇറാഖ് വള്ളത്തിലാണ് മോഷണം നടന്നത്. മത്സ്യബന്ധനം കഴിഞ്ഞ് ശനിയാഴ്ച രാത്രി മുനക്കക്കടവ് പാണ്ടിലക്കടവ് പുഴയിൽ നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു ബോട്ടും വള്ളവും. ഞായറാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോകാനെത്തിയപ്പോഴാണ് മോഷണ വിവരമറിഞ്ഞത്. 6 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് ഉടമ പറഞ്ഞു. ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഇനി തിരഞ്ഞെടുപ്പ് വിശേഷം. നഴ്സറി മുതൽ ഡിഗ്രി വരെ ഒന്നിച്ചു പഠിച്ച സഹപാഠികൾ തിരഞ്ഞെടുപ്പ് ഗോതയിൽ നേർക്കുനേർ. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ 3-ാം വാർഡിലാണ് സൗഹൃദങ്ങളുടെ നേരിട്ടുള്ള മത്സരത്തിന് കളമൊരുങ്ങിയത്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റിനിത കബീർ, LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രഹന യൂസഫ് എന്നിവരാണ് നഴ്സറി ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഒന്നിച്ചു പഠിച്ച സഹപാഠികൾ. പാടൂർ വാണിവിലാസം UP സ്കൂൾ, പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ, ഗുരുവായൂർ ആര്യഭട്ട കോളേജ് എന്നിവിടങ്ങളിൽ ഇരുവരും ഒന്നിച്ചാണ് പഠിച്ചിരുന്നത്. ഇരുവരും മത്സരത്തിലെത്തുന്നത് തികച്ചും യാദൃശ്ചികമായാണ്. LDF സ്ഥാനാർത്ഥി രഹന യൂസഫ് സ്ഥാനാർത്ഥിയായി പ്രചരണം തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് റിനിത കബീർ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. വാർഡിൽ സഹപാഠികളിൽ ആര് ഒന്നാമതെത്തുമെന്ന ആകാംക്ഷയിലാണ് വോട്ടർമാർ. പഠനകാലത്തെ വീറും വാശിയും കൈമോശം വരാതെയാണ് ഇരുവരും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. BJP സ്ഥാനാർത്ഥിയും വാർഡിൽ സജീവമാണ്. അതുപോലെ വാണിവിലാസം സ്കൂളിൽ 7ാം ക്ലാസ് വരെ, അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ +2 വരെ, അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ആര്യഭട്ടയിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച്. സൗഹൃദം എന്ന് പറഞ്ഞാൽ ഞങ്ങള് അത്രയും വലിയ സൗഹൃദമാണ്. ഞങ്ങള് കട്ട ചങ്സ് തന്നെ പറയാം. ഞങ്ങൾ കുറച്ച് ഗ്യാങ് ഉണ്ട് ഞങ്ങളത്. അങ്ങനെ അത് ഞങ്ങൾ ഇടയ്ക്ക് ഒരുമിച്ച് കൂടാറുണ്ട്. എവിടെയായാലും അതേപോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങള് സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അതും എതിർപ്പാട്ടേക്ക് വന്നു. പക്ഷേ ഇതിലൂടെ സൗഹൃദം ഇന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊന്ന് കൂടാൻ, ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടാൻ. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ നാമധേയത്തിൽ സ്ഥാപിതമായ മറ്റം ഇടവകയിലെ സ്കൂളുകളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ഓർമ്മ തിരുനാൾ ഡിസംബർ 3 ബുധനാഴ്ച ആഘോഷിക്കും. തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റം ഇടവക വികാരി ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആളൂർ നിർവഹിച്ചു. ഞായറാഴ്ച രാവിലെ ദിവ്യബലിയെ തുടർന്ന് നടന്ന കൊടിയേറ്റത്തിൽ ഇടവക വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ ദിനത്തിൽ വൈകിട്ട് 4 മണിക്ക് ഇടവക ദേവാലയത്തിൽ ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും തിരുനാൾ നേർച്ചയും മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളുകളുടെ ചരിത്രരേഖാ പ്രദർശനവും സെമിനാറും തുടർന്ന് പൊതുസമ്മേളനവും നടക്കും. ചടങ്ങിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ ശാസ്ത്ര, കലാ, സാംസ്കാരിക, കായിക രംഗങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കും. സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നാടകവും ഉണ്ടാകും. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, കൈക്കാരന്മാരായ CK ജോയ്, ഷാജ് K സൈമൺ, MK ജോഷി, CT സ്പാർട്ടക്സ് എന്നിവർ നേതൃത്വം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ സമയപരിധി നീട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്യൂമറേഷൻ ഫോമുകൾ നൽകാൻ ഡിസംബർ 11 വരെ സമയമുണ്ട്. കരട് വോട്ടർ പട്ടിക ഡിസംബർ 16-നും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 14-നുമാണ് പ്രസിദ്ധീകരിക്കുക. കേരളമടക്കം 12 ഇടങ്ങളിലാണ് സമയപരിധി നീട്ടിയത്. ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, UP, പശ്ചിമബംഗാൾ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ എന്നിവിടങ്ങളിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കാണ്
നിലവിൽ പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് 12 ദിവസത്തോളം നീട്ടിക്കിട്ടിയതോടെ BLOമാർക്ക് കൂടുതൽ ആശ്വാസമായി. ഫോമുകൾ ശേഖരിക്കുന്നതിനു പുറമെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടി വരികയായിരുന്നു BLOമാർ. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ SIR നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വേലൂർ ശ്രീകാർത്തിയായനി ദേവീക്ഷേത്രത്തിൽ പുനരുദ്ധാരണം നടത്തിയ ശ്രീകോവിലിന്റെ സമർപ്പണം നടത്തി. തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി ക്ഷേത്രം ശ്രീകോവിൽ സമർപ്പണം നിർവഹിച്ചു. കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ ശ്രീകോവിലാണ് പുതുക്കി നിർമ്മിച്ചത്. ക്ഷേത്ര പുനരുദ്ധാരണത്തിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി അശ്വിൻ സഹകാർമ്മികനായി. രാവിലെ 8-ന് വാദ്യാഘോഷത്തിന്റെയും താലത്തിന്റെയും അകമ്പടിയോടെ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പൂർണ്ണ കുംഭം നൽകി അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് പുഷ്പാഞ്ജലി, ശ്രീകോവിലിൽ പൂജ എന്നിവയ്ക്കു ശേഷം മൂപ്പിൽ സ്വാമിയാർ ശ്രീകോവിൽ സമർപ്പണം നടത്തി. തെക്കേമഠം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് ഭിക്ഷവെച്ചു നമസ്കാരം, അനുഗ്രഹ പ്രഭാഷണം, പ്രഭാത ഭക്ഷണ വിതരണവുമുണ്ടായി. ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ സെബസ്ത്യാനോസ്, പരിശുദ്ധ കന്യക മറിയം, പരിശുദ്ധ അൽഫോൺസാമ്മ എന്നിവരുടെ സംയുക്ത തിരുനാളാണ് ശനി, ഞായർ ദിവസങ്ങളിലായി ആഘോഷിച്ചത്. ശനിയാഴ്ച രാത്രിയിൽ ആഘോഷമായ അമ്പ് വള സമാപനം നടന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തലശ്ശേരി അതിരൂപത മിഷൻ ലീഗ് ഡയറക്ടർ ഫാദർ ജിതിൻ വയലുങ്കൽ മുഖ്യ കാർമ്മികനായി. ഫാദർ സനൽ മാളിയക്കൽ തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, ഫാദർ ലിജു പുറത്തൂർ CMC എന്നിവർ സഹകാർമ്മികരായി. വൈകിട്ട് നടക്കുന്ന പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജെയിംസ് ആലപ്പാട്ട് CMC കാർമ്മികനാകും. തുടർന്ന് ഭക്തിനിർഭരമായ പെരുന്നാൾ പ്രദക്ഷിണം നടക്കും. ഫാൻസി വെടിക്കെട്ടും ഗാനമേളയും ഉണ്ടാകും. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, ജനറൽ കൺവീനർ സേവ്യർ ചാലിശ്ശേരി, കൈക്കാരന്മാരായ VL ജോർജ്, TO ജോഷി, PF റിൻഡോ, CJ അനുജിത്ത് എന്നിവർ തിരുനാളാഘോഷത്തിന് നേതൃത്വം നൽകി. ചരമം. പൊന്നിയൂർക്കുളം ചമ്മനൂർ കോളനി റോഡിൽ താമസിക്കുന്ന കോട്ടിലിങ്ങൽ ബാലൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ശ്മശാനത്തിൽ നടത്തി. തങ്കമണി ഭാര്യയും പരേതനായ കാർത്തികേയൻ, കാഞ്ചന എന്നിവർ മക്കളുമാണ്. അഞ്ഞൂർ പൂങ്ങാട്ടിലത്ത് ഋഷഭദേവൻ നമ്പൂതിരിയുടെ മകൻ കിരാതമൂർത്തി നമ്പൂതിരി നിര്യാതനായി. സംസ്കാരം വൈകിട്ട് 3-ന് വീട്ടുവളപ്പിൽ നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.